അസ്സലാമു അലൈക്കും. ഞാൻ ശ്രീകുട്ടി. ഇത്രയും കൂട്ടുകാരെ, ഈയിടെ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടന്ന ഒരു വഹാബി മനസ്സുള്ള MLA ചില ബാധ സകലങ്ങളൊന്ന് കേട്ട് നോക്കട്ട. വിദ്യാഭ്യാസ മന്ത്രി നിങ്ങളോട് കാര്യമാണ്, നിങ്ങളുടെ നിലപാടിലെ മനുഷ്യർ എന്നാളുണ്ട് ഫ്രിഞ്ചിന്റെ നമ്മളേക്കുന്ന വിഗണിച്ച് നമ്മളെ ചീത്ത കണ്ടുപോയിട്ട് മന്ത്രിന്റെ ആവശ്യം ഞാൻ താഴത്തുനിന്ന് ഇറങ്ങി വരുമ്പോ മന്ത്രിന്റെ 2-3 സ്റ്റാഫുകൾ ഞാൻ വെച്ച് കാര്യപ്പെട്ട ആരെങ്കിലും പാർട്ടി പൊളിറ്റിക്കൂറോ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കാൻ വിചാരിച്ചു. അപ്പോൾ 2 മൂല്യന്മാര് വരുന്നത് അതിനെ ഡിപ്റ്റി കാൻഡിഡേറ്റുകളെ കൊണ്ടുപോകും. ഞാൻ തന്നെ ബാക്കിൽ പോയി നോക്കി ഉള്ളൊക്കെ മന്ത്രിയുടെ പ്രൈവറ്റ് ബുക്ക് കൊണ്ടു. എന്തിനാ കുട്ടികളൊക്കെ എങ്ങനെ നമ്മളിന്ന് വിഘടിച്ച ആളുകളല്ലേ? പൊന്ന് ബഷീർ സാഹബ് ഇപ്പൊ മൂലയമര പഴയ മൂലയമരില്ല. നിങ്ങളെ വാക്കും കേട്ടിട്ടുണ്ട് പള്ളിമൂലക്ക് ഇരുന്നിന മൂലയമരല്ല പിള്ളത്. മൂലയമരൊക്കെ ഇപ്പൊ ഹൈ ലെവലിലായിക്കണേ. അവര് കേരളത്തിൽ മാത്രം ഒതുങ്ങി കൂടുന്നില്ല. അപ്പോ അവർ ലോകത്ത് മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ആരും മൂലയമരെ കണ്ടെന്ന് ബഹുമാനിക്കും. ഇടക്ക് നിങ്ങളെ വഹാബി മനസ്സിങ്ങനെ പുറത്തേക്കാട് മൂലയമരെ കണ്ടൂടാ, സുന്നികളെ കണ്ടൂടാ അല്ലെ? അതുകൊണ്ടാണ് നിങ്ങൾ ഈ 10 വർഷമൊക്കെ പ്രദേശത്തിരുന്നത് കേട്ടാ. എല്ലാരും ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാരും ഒരുപോലെ ആയിരിക്കണം. എതിരാളികള് എതിരില്ലാത്തവരങ്ങനൊന്നുമില്ല. എല്ലാരും ഒരേപോലെ കാണാൻ കഴിയണം. അത് നിങ്ങളും ശിവൻകുട്ടി നമ്മളെ മാറ്റം അവിടെയാണ്. ശിവൻകുട്ടി ഇത്ര ജനകീയനായി തീർന്നത്, എല്ലാരും ഇഷ്ടമായനായി തീർന്നത് ഈ ഒരു മനസ്സുകൊണ്ട് എല്ലാരും ചേർത്ത് പിടിക്കുന്നതുകൊണ്ടാണ്. ആ സ്വഭാവം നിങ്ങൾക്കില്ല. നിങ്ങളുടെ വഹാബി മനസ്സിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പുറത്ത് ചാടിക്കൊണ്ടിരിക്കുകയാണ്. നേതാക്കന്മാരൊക്കെ യോജിപ്പിന്റെ വയലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാണ്? ഇപ്പോഴും ഫിത്തനുണ്ടാക്കിയിട്ട് നിങ്ങള് ഭിന്നിപ്പിന്റെ സ്വരമായിട്ട് നടക്കുകയാണ്. ഇത് നിർത്തിവെക്കണം.